ശബ്ദത്തെ ധ്യാന വിഷയമാക്കേണ്ടതും നമ്മൾ കേട്ടു. ഇനി നമുക്ക് ശ്വാസോച്ഛ്വാസത്തെയാണ് മൂന്നാമത്തേതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ചിലർക്ക് ശ്വാസോച്ഛ്വാസത്തെ ധ്യാന വിഷയമാക്കുന്നതായിരിക്കും എളുപ്പം. രൂപത്തിലോ നാമത്തിലോ ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാകാം. അവർക്ക് ഈ ശ്വാസോച്ഛ്വാസത്തെ ധ്യാന വിഷയമാക്കാം. 2600 വർഷം മുമ്പ് മുതൽ ഭാരതത്തിൽ സ്ഥാപിതമായിരുന്ന ഒരു സമ്പ്രദായമാണ് ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് പിന്നീട് ഭാരതത്തിൽ നിന്ന്, ഭാരതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, സൗത്ത് ഏഷ്യ എന്ന് എന്തായാലും വിളിക്കാം. നേപ്പാൾ, കശ്മീർ, തിബറ്റൻ, ബംഗാൾ, ആ ഭാഗങ്ങളിൽ, അഫ്ഗാൻ, അത് ഗാന്ധാരമായിരുന്നു അന്ന്, ആ ഭാഗങ്ങളിലാണ് ഈ ധ്യാന രീതി ഉരുത്തിരിഞ്ഞു വന്നത്. ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് പിന്നീട് ലോകം മുഴുവനുള്ള മിസ്റ്റിക്കൽ സമ്പ്രദായങ്ങളിലേക്ക് പടർന്നു. മിസ്റ്റിക്കൽ ട്രഡീഷൻസ് ഈ ധ്യാന ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് സ്വീകരിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തി അതിനെ പല രീതിയിൽ അവതരിപ്പിച്ചു. അങ്ങനെയാണ് ശ്രീബുദ്ധൻ്റെ ആനാപാനാസതി സുത്തം ഉണ്ടാകുന്നത്. 16 പടികളാണ് അദ്ദേഹത്തിൻ്റെ ആനാപാന സ്മൃതിക്ക്, പ്രാണാപാന സ്മൃതിക്കുള്ളത്. മൈൻഡ്ഫുൾനെസ് ഓഫ് ബ്രീത്തിങ്ങിൽ അദ്ദേഹം 16 സ്റ്റെപ്സാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ കാതലെന്ന് പറയുന്നത് ഈ ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ച് അവെയറാവുക എന്നുള്ളതാണ്. കശ്മീര ശൈവീസത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. എല്ലാ താന്ത്രിക സമ്പ്രദായങ്ങളിലും, വൈഷ്ണവ, ശൈവ, ശാക്ത സമ്പ്രദായങ്ങളിൽ, അഭേദ സമ്പ്രദായങ്ങളിൽ, അതേതുമായിക്കൊള്ളട്ടെ, അതിലെല്ലാം ഈ ശ്വാസപ്രക്രിയയുണ്ട്. ജപാജപം എന്നാണ് അതിനെ പല താന്ത്രിക സാധനകളിലും വിളിക്കുക. കാശ്മീര ശൈവ സമ്പ്രദായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനയാണ് ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പം ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് ശ്രീബുദ്ധന് മുമ്പ് മുതലേ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായമാണ് നമ്മളിപ്പം സ്വീകരിക്കുന്നത്. ടെസ്റ്റഡ് ഏജ് ഓൾഡ് സമ്പ്രദായമാണ്. ടെസ്റ്റഡ് ഏജ് ഓൾഡ് സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംശയമൊന്നുമില്ല, ഇത് ചെയ്താൽ ഫലം ഉണ്ടാവും. ഇത് ചെയ്തിട്ട് ഫലം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ താല്പര്യത്തെയും നമ്മൾ ചെയ്യുന്നതിനെയും ഒക്കെ പുനഃപരിശോധിക്കേണ്ടതാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ഗവേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവും കൂടിയാണ്. അത് ധ്യാനം മുഴുവനും അങ്ങനെ ഗവേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിന് വളരെയധികം ഫലങ്ങളുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് കാറൽ മാർക്സ് ചെയ്തിട്ടുള്ളതാണ്. കാറൽ മാർക്സ് 1861 ബെർലിനിൽ തൻ്റെ പൗരത്വം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള കാറൽ കോപ്പൻ എന്ന സ്കോളറിനെ അദ്ദേഹം അവിടെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമാണ്. ഇവർ തമ്മിൽ ഒരു വൈകുന്നേരത്തെ അത്താഴ വിരുന്നിന് ശേഷം ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാറൽ കോപ്പൻ താൻ എഴുതിയ ബുദ്ധമതത്തെക്കുറിച്ചിട്ടുള്ള, താൻ തർജ്ജമ ചെയ്തിട്ടുള്ളതും തൻ്റെ അഭിപ്രായങ്ങളുമൊക്കെ അടങ്ങിയ 2 വോള്യൂം, ബുദ്ധമതത്തെക്കുറിച്ച് താൻ എഴുതിയ ഗ്രന്ഥത്തിൻ്റെ 2 വോള്യൂം ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്, കാറൽ മാർക്സിന് കൊടുക്കുകയാണ്. കാറൽ മാർക്സ് പിന്നീട് കാറൽ കോപ്പൻ്റെ സഹായത്തോടു കൂടി തന്നെ ബുദ്ധമതത്തെക്കുറിച്ചുള്ള മറ്റ് പല ട്രാൻസ്ലേഷൻസും, അദ്ദേഹം നേരിട്ടൊരു പ്രാക്ടീഷണറെ, ബുദ്ധമതം പരിശീലിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. അദ്ദേഹം ബുദ്ധമതം ഏത് ഭാഷയിലാണോ എഴുതപ്പെട്ടിട്ടുള്ളത് ആ ഭാഷകളൊന്നും പഠിച്ചിട്ടുമില്ല. പക്ഷെ അതിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻസ് വായിക്കുകയും കാറൽ മാർക്സ് ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക എന്ന മെഡിറ്റേഷൻ രീതി പരിശീലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഈശ്വരവിശ്വാസികൾക്കും ചെയ്യാം, നിരീശ്വരവാദികൾക്കും ചെയ്യാം. കാരണം പരമമായത് ഒന്നുണ്ടെങ്കിൽ അത് എല്ലാവരെ സംബന്ധിച്ചും ഉള്ളത് തന്നെയാണ്. അതില്ല എങ്കിൽ എല്ലാവരെയും സംബന്ധിച്ചും അതില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുകയാണ്. ഉണ്ട് എന്നൊരു തീരുമാനത്തിൽ നിന്നും അന്വേഷണം തുടങ്ങാൻ സാധിക്കില്ല. ഇല്ല എന്ന തീരുമാനത്തിൽ നിന്നും അന്വേഷണം തുടങ്ങാൻ സാധിക്കുകയില്ല.
നമ്മുടെ ജീവിതാനുഭവങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കിയപ്പോൾ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനുള്ള ആഗ്രഹമാണ് ഈ അന്വേഷണത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈശ്വര അന്വേഷണത്തിന് താല്പര്യമുള്ള, പരമമായ സത്യാന്വേഷണത്തിന് താല്പര്യമുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ധ്യാന വിഷയമാണ് ശ്വാസോച്ഛ്വാസം. ആദ്യ കാലഘട്ടങ്ങളിലെ ധ്യാന വിഷയം ഈ ശ്വാസോച്ഛ്വാസമാണ്. അതുകൊണ്ട് ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ പ്രാണന്റെ പ്രകീർത്തനം വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ശ്വാസോച്ഛ്വാസത്തെയാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും ഉണ്ട്. എല്ലാവരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, ബോധപൂർവമോ അല്ലാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ശ്വാസോച്ഛ്വാസം. അത് നിന്ന് പോയാൽ കാറ്റുപോകും. അതാണ് നമ്മുടെ ബോധത്തിൻ്റെ പോലും അടിത്തറ. ഈ പ്രാണശക്തിയുടെ ഗമാഗമനമാണ് നമ്മുടെ ബോധത്തെ പോലും നിലനിർത്തുന്നത് എന്നുള്ളത് കൊണ്ട് ശുദ്ധശാക്തേയരുടെ അഭിപ്രായത്തിൽ ശിവൻ പോലും ഉരുത്തിരിഞ്ഞു വരുന്നത് ശക്തിയിൽ നിന്നാണ്. അതാണ് ശുദ്ധ ശാക്തേയക്കാരുടെ വാദം. ഇവിടെ ഉള്ളത് ശക്തി മാത്രമാണ്. ആ ശക്തിയുടെ ഒരു പ്രതിഭാസമാണ് ശിവൻ എന്ന ബോധം. അപ്പം ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക. അപ്പം ശ്വാസോച്ഛ്വാസത്തിൽ ഇടപെടരുത്. ശ്വാസോച്ഛ്വാസത്തിൽ ഇടപെടുന്ന പ്രക്രിയ, പ്രയത്നപൂർവമുള്ള പ്രാണായാമ ക്രിയകളൊക്കെ പിന്നീട് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്, ആദ്യ കാലഘട്ടത്തിലുള്ളതല്ല. ഈ മനുഷ്യനൊരു സ്വഭാവമുണ്ട്, എന്തിലും കയറി ഇടപെടും. അവനവൻ്റെ ശ്വാസോച്ഛ്വാസത്തിൽ പോലും കയറി ഇടപെട്ട് അതിനെ ക്ലിഷ്ടതരമാക്കി മാറ്റും. ഇവിടെ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. അത് നല്ലതോ ചീത്തയോ എന്നുള്ള ചിന്തയും നമ്മളിവിടെ എടുക്കുന്നില്ല. നമ്മൾ ശ്വാസോച്ഛ്വാസത്തെ വന്നു പോകുന്ന കാറ്റിനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ പോവാണ് നമുക്ക് ആയാസരഹിതമായിട്ടുള്ള ഒരു ഇരിപ്പിലേക്ക് നമ്മുടെ ശരീരത്തെ ക്രമീകരിച്ച്, അത് സാമ്പ്രദായിക രീതിയിലാകാം, സാമ്പ്രദായികമല്ലാത്ത രീതിയിലും ആകാം. ഏത് രീതിയിലായാലും ശരീരം റിലാക്സ്ഡ് ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷം നമ്മുടെ ശ്രദ്ധ പതുക്കെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം അകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ശ്വാസം അകത്തേക്കും പുറത്തേക്കും വരുന്നത് തിരിച്ചറിയുവാൻ നമ്മൾ ഒന്നുകിൽ മൂക്കിൻ്റെ അറ്റം, അല്ലെങ്കിൽ നെഞ്ച്, അല്ലെങ്കിൽ നാഭി, ഇതിലേതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം. അപ്പോൾ ശ്വാസം അകത്തേക്ക് പോകുമ്പം നാഭി, വയറ് ഒന്ന് വീർക്കുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പം വയറ് അകത്തേക്ക് പോകുന്നു. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പം നെഞ്ചൊന്ന് വികസിക്കുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പം നെഞ്ച് ഒന്ന് താഴോട്ട് വരുന്നു, താഴുന്നു. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ മൂക്കിൻ്റെ അറ്റത്തൊരു ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ മൂക്കിൻ്റെ അറ്റത്തൊരു ചെറിയ ചൂട് അനുഭവപ്പെടുന്നു. അല്ലെങ്കിൽ മൂക്കിൻ്റെ അകത്തായാലും ആ സെൻസേഷൻ ഉണ്ടാകും. അപ്പോൾ ആ സെൻസേഷനിൽ തുടങ്ങാം. പക്ഷെ നമ്മുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിലാണ്. അപ്പോൾ ശ്വാസം അകത്തേക്ക് പോകുന്നു, കുറച്ച് നേരം നിൽക്കുന്നു. ശ്വാസം പുറത്തേക്ക് പോകുന്നു, കുറച്ച് കൂടുതൽ നേരം നിൽക്കുന്നു. ശ്വാസം അകത്തേക്ക് പോകുന്നു, നിൽക്കുന്നു, പുറത്തേക്ക് പോകുന്നു, നിൽക്കുന്നു. അങ്ങനെ ആ പ്രക്രിയ ഇങ്ങനെ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്വാസം സ്വതന്ത്രമായിട്ട് നമ്മൾ വിടുക. അപ്പം അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അകത്തേക്കും പുറത്തേക്കും പോയി വരാൻ തുടങ്ങും. നമ്മളത് ഒബ്സർവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് മറ്റ് ധ്യാന വിഷയങ്ങളിലും ആപ്ലിക്കബിളാണ്. നമ്മൾ രൂപത്തെ ധ്യാനിക്കുമ്പം ആ രൂപം ആദ്യമൊക്കെ നമ്മൾ ക്രമീകരിച്ച് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. കൊണ്ടുവന്നതിന് ശേഷം അതിൽ നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും. അതിനുശേഷം ആ രൂപത്തെ നമ്മൾ സ്വതന്ത്രമായിട്ട് വിടും. ആ രൂപം അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ പരിണമിക്കാൻ അനുവദിക്കും. അവിടെ നമ്മൾ നിയന്ത്രിക്കില്ല എന്നർത്ഥം. ശബ്ദവും അതുപോലെ തന്നെ. ശബ്ദത്തെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചില സമയത്ത് ശബ്ദം അതിവേഗമായിരിക്കും, ആ ശബ്ദം നമ്മൾ ഉരുവിടുക. ചില സമയത്ത് വളരെ പതുക്കെ ആയിരിക്കും നമ്മൾ ആ ശബ്ദം ഉരുവിടുക. ചിലപ്പോൾ ഒരു ശബ്ദം ഉരുവിട്ട് കഴിഞ്ഞാൽ കുറേ നേരം നിശബ്ദമായിരിക്കും, പിന്നീടായിരിക്കും അടുത്ത ശബ്ദം പുറത്തു വരിക. അപ്പോൾ നമ്മളിതിലൊന്നും ഇടപെടില്ല. ആദ്യത്തെ കുറച്ച് സമയമല്ലാതെ പിന്നീട് നമ്മൾ ധ്യാന വിഷയത്തിൽ ഇടപെടില്ല. അതിനെ സ്വതന്ത്രമായിട്ട് വിടും. കുറച്ച് പണിയാണ് നമുക്ക്. കാരണം നമുക്ക് ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ നിയന്ത്രിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നുകിൽ
നമ്മൾ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ മറ്റാരെങ്കിലും നിയന്ത്രിക്കണം. നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സമൂഹം തന്നെ നിയന്ത്രിക്കപ്പെട്ട ഒരു സമൂഹമാണ്. സംസ്കാരമുള്ള സമൂഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള സമൂഹം എന്നാണ് അർത്ഥം. ആ നിയന്ത്രണങ്ങളെ മുഴുവൻ അംഗീകരിക്കുന്ന ഒരാളെയാണ് സംസ്കാര സമ്പന്നൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസ്കാര സമ്പന്ന എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഒരു നിയന്ത്രണവും നമ്മൾ ഏർപ്പെടുത്തുന്നില്ല. അപ്പം നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും നിയന്ത്രിക്കാൻ ശ്രമിക്കും. അത് നമ്മളുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മുടെ മനസ്സ് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിയന്ത്രിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മൾ കൺട്രോൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു കൺട്രോളാണ്. അപ്പം നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, ആ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നമ്മൾ ശ്വാസോച്ഛ്വാസത്തിൽ, അല്ലെങ്കിൽ ശബ്ദ ആവർത്തനത്തിൽ, അല്ലെങ്കിൽ രൂപ ധ്യാനത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് മതി, വേറൊന്നും ചെയ്യണ്ട. നമ്മളുടെ നിയന്ത്രണത്തെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട, കാരണം അത് മറ്റൊരു നിയന്ത്രണമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പം ആ കാര്യം ചെയ്യരുത് എന്ന് തീരുമാനിച്ച് നമ്മൾ ആക്ട് ചെയ്യുന്നത് മറ്റൊരു കൺട്രോളാണ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് കൺട്രോൾ ചെയ്യുമ്പം ആ കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു കൺട്രോളാണ്. അതുകൊണ്ട് നിയന്ത്രണമില്ല. അങ്ങനെ നമ്മൾ ശ്വാസോച്ഛ്വാസത്തിൽ, അല്ലെങ്കിൽ ശബ്ദാവർത്തനത്തിൽ, അല്ലെങ്കിൽ രൂപധ്യാനത്തിൽ ഇടപെടുകയാണ് എങ്കിൽ ഇടപെടുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ആ തിരിച്ചറിവ് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊള്ളും. നിഷ്പക്ഷമായിട്ടുള്ള തിരിച്ചറിവ് അപാരമായ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കും. എന്താ ഉറപ്പ്? അനുഭവിച്ചറിയാവുന്നതാണ്. ഈ ധ്യാനം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പരിശീലിക്കുകയാണെങ്കിൽ അത് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഊക്കുകൊണ്ട് മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കേൾക്കുന്നവർക്ക് ഇത് കൃത്യമായി 2 നേരം എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഊക്കുകൊണ്ട് മാത്രം തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ആധിക്യം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 3 മുതൽ 6 മാസത്തിനകം മാറ്റങ്ങൾ ഉണ്ടാകും. മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ആദ്യം നമ്മളല്ല അനുഭവിക്കുക, നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ളവരാണ് അനുഭവിക്കുക. അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് സംശയമേ വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം, ഇടപെടരുത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശരീരത്തെ സാമ്പ്രദായികമായ രീതിയിൽ ക്രമീകരിക്കുന്ന രീതി പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ശരീരത്തിലും ഇടപെടാൻ പാടില്ല. വാസ്തവത്തിൽ ശരീരം അതിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് സ്വയം ഉരുത്തിരിച്ചു കൊണ്ടുവന്നുകൊള്ളും. കുറച്ച് കാലമെടുക്കും. കാരണം ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിയുണ്ട്, ബയോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കും. അതിൻ്റേതായിട്ടുള്ളൊരു ഇൻ്റലിജൻസ് ഉണ്ട്. ശരീരത്തിന് എന്താ വേണ്ടാത്തതെന്ന് അറിയാം. അതിൻ്റെ മുകളിൽ നമ്മളുടെ കൽപ്പിതമായ അപര്യാപ്തമായ അറിവുകളെ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പലപ്പോഴും രോഗമടക്കമുള്ളത് ഉണ്ടാകുന്നത്. നമ്മളുടെ അറിവ് അത് എത്ര അപാരമാണെങ്കിലും പരിമിതമായതാണ്. പരിമിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും അതും പരിമിതമായതാണ്. അതുകൊണ്ട് അറിവ് എത്ര ആർജിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യവുമില്ല. ആർജിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പരിമിതമായതാണ്. പരിമിതമായ പ്രവൃത്തികൾക്ക് പരിമിതമായ ഫലം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പരിമിതമായ ഫലം ഒരാൾക്കും പൂർണ്ണ തൃപ്തിയെ ഉണ്ടാക്കി കൊടുക്കുന്നതും അല്ല. അതുകൊണ്ട് ഈ അറിവുകളെ ഇമ്പോസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ അറിഞ്ഞ കാര്യങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇമ്പോസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ഈ മെഡിറ്റേഷൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇത് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വര അനുഗ്രഹാധിക്യമുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ.
അല്ലാത്തവർക്ക് ഇത് സാധിക്കുകയില്ല. അല്ലാത്തവർക്ക് നിയന്ത്രിതമായിട്ടുള്ള കാര്യങ്ങളോടായിരിക്കും കൂടുതൽ താല്പര്യം എപ്പോഴും. സ്വാതന്ത്ര്യമാണ് നമ്മൾ തേടുന്നതെങ്കിലും ആധ്യാത്മികതയിലടക്കം അസ്വാതന്ത്ര്യത്തെയാണ് നാം വാസ്തവത്തിൽ സ്വീകരിക്കുന്നത്. സ്വാതന്ത്ര്യം തേടി അസ്വാതന്ത്ര്യത്തെ വരിക്കുന്നതിനെയാണ് വാസ്തവത്തിൽ ഇന്ന് ആധ്യാത്മികത എന്ന് വിളിക്കുന്നത്. ഇത് ഈ പറയുന്ന സമ്പ്രദായം പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള സമ്പ്രദായമാണ്. വേറൊരാളെ ആശ്രയിക്കാതെ, വേറൊന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായിട്ട് ഈശ്വരാന്വേഷണം നടത്താനുള്ള സാമ്പ്രദായികമായ ഒരു വഴി, അയത്നരഹിതമായി നടത്താനുള്ള ഒരു വഴി ലളിതമായി വിശദമായി പറയുകയാണ് ഞാനിവിടെ. ലളിതമായി വിശദീകരിക്കുകയാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. കാരണം ഇത് കേട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വാസ്തവത്തിൽ വേറൊന്നിൻ്റെയും ആവശ്യം ഇല്ല. നമുക്ക് തന്നെ പരമമായ സത്യത്തെ കണ്ടെത്താൻ സാധിക്കും. കാരണം നമ്മൾ ആ പരമമായ സത്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. നമുക്ക് അതിനെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ശ്വാസോച്ഛ്വാസത്തിൽ ഇടപെടലുകൾ നടത്തരുത്. അങ്ങനെ നമ്മൾക്ക് പറ്റുന്ന ഒരു രീതിയിൽ ശരീരത്തെ ക്രമീകരിച്ച്, ശരീരം റിലാക്സ്ഡ് ആണോ, പിരിമുറുക്കങ്ങളില്ലാത്തതാണോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മുടെ ശ്രദ്ധയെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു. ശ്വാസമകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് വരുന്നു. ഈ പ്രക്രിയ നമ്മൾ ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് മാറിയിരിക്കും. ചിന്തകളുടെ ആധിക്യം തിരിച്ചറിയാൻ തുടങ്ങും. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ചിന്തകൾ ഒരുപാടുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നത്. ഇപ്പോൾ നമുക്ക് ശ്രദ്ധ കുറവായത് കൊണ്ടാണ് ആ തിരിച്ചറിവുണ്ടാകാത്തത്. അതുകൊണ്ട് ഒരുപാട് ചിന്തകൾ വരുന്നു എന്നത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം കൂടി ആണ്. അതുകൊണ്ട് ചിന്തകൾ ഒരുപാടുണ്ടായിക്കൊള്ളട്ടെ, ചിന്ത നമ്മളുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടുപോയി കൊള്ളട്ടെ. ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെയാണ് മെറ്റാ അവയർനെസ് അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് എന്ന് വിളിക്കുന്നത്. ആ മെറ്റാ അവയർനെസ്, സെൽഫ് അവയർനെസ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മളുടെ ചിന്തയെ കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ചിന്ത നമ്മുടെ ശ്രദ്ധയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു, നമ്മൾ റിലാക്സ്ഡായി റിലീസ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നു. ഈ മെറ്റാ അവയർനെസ്സിൻ്റെ ആവർത്തനം നമ്മുടെ ബ്രെയിനിലുള്ള ചില ഭാഗങ്ങളെ ശക്തമാക്കുകയും ഇത് നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് പ്രായോഗികമാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അരുതാത്തത് പറയേണ്ടി വരുമ്പോൾ നമ്മൾ അവെയറാകും. അതിൽ നിന്ന് നമുക്ക് വിരമിക്കാൻ സാധിക്കും. ദേഷ്യം വരുമ്പോൾ നമ്മൾ അവെയറാകും. അതിൽ നിന്ന് നമുക്ക് വിരമിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ ഈ ധ്യാന രീതി പരിശീലിച്ചാൽ കൂടുതൽ ഊഷ്മളതരമാകും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ബന്ധങ്ങളെ ഉലയ്ക്കുന്നത് ഈ അനിയന്ത്രിതമായിട്ടുള്ള വികാര പ്രകടനങ്ങളും ഉപയോഗിക്കുന്ന ഭാഷയും ആണ്, വാക്കുകളും ആണ്. ഇതൊക്കെ നമ്മൾ ആ വികാരത്തിൻ്റെ വേലിയേറ്റത്തിൽ അറിയാതെ ചെയ്തു പോകുന്നതാണ്. ഈ ധ്യാനം നമ്മൾ പരിശീലിച്ച് മുന്നോട്ട് പോകുമ്പോൾ മെറ്റാ അവയർനെസ്സിൻ്റെ ഭാഗത്തെ, ബ്രെയിനിലെ ആ ഭാഗം, മെറ്റാ അവയർനെസ് ഉണ്ടാക്കുന്ന ഭാഗത്തെ നമ്മൾ ആവർത്തിച്ച് ശക്തിപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ ബൗദ്ധിക ജീവിതത്തിൽ ഈ വികാരങ്ങളുടെ വേലിയേറ്റത്തിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും അതിൽ പെടാതെ ക്രമേണ, ഒരു സുപ്രഭാതത്തിലല്ല, ക്രമേണ നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പം മോക്ഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കുറേ കാലം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതം, പ്രത്യക്ഷ പ്രായോഗിക ദൈനംദിന ജീവിതം സാധാരണയുള്ളതിനേക്കാൾ മാറ്റമുള്ളതാകും, ശാന്തമാകും, സമാധാനമുള്ളതാകും, സന്തോഷത്തോടു കൂടിയതാകും. അപ്പം നമ്മൾ ശ്രദ്ധ അപഹരിച്ചുകൊണ്ട് പോകുന്നു, തിരിച്ചു വരുന്നു, ശ്രദ്ധ അപഹരിക്കപ്പെട്ടുകൊണ്ട് പോകുന്നു, തിരിച്ചു വരുന്നു. ക്രമേണ
ശ്രദ്ധ ഈ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രമായിട്ട്, അല്ലെങ്കിൽ മന്ത്രത്തിൽ, ശബ്ദത്തിൽ മാത്രമായിട്ട്, അല്ലെങ്കിൽ രൂപത്തിൽ മാത്രമായിട്ട് നിർത്താൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകുന്നില്ല. അപ്പൊ ശ്രദ്ധ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിന്തകളുടെ ആധിക്യം കുറഞ്ഞു എന്നർത്ഥം. ചിന്തകളുടെ ആധിക്യം കുറയുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഒരു സന്തോഷം. ആ സന്തോഷം ചിന്തകൾ കുറഞ്ഞ് ഭാവി ഭൂതങ്ങളിലൂടെ സഞ്ചരിക്കാതെ വർത്തമാനത്തിൽ തന്നെ നമ്മളുടെ ശ്രദ്ധ നിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ തന്നെയുള്ള സന്തോഷത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങും. ആ സന്തോഷത്തെ പതുക്കെ പതുക്കെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ്. കാരണം ആ സന്തോഷമാണ് പിന്നീട് ധ്യാനത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം. കാരണം മനുഷ്യൻ അവരെ സന്തോഷിപ്പിക്കുന്നതെന്തും ചെയ്യുവാൻ എപ്പോഴും തൽപരരാണ്. അപ്പം ധ്യാനത്തിന് ആദ്യത്തെ കുറച്ച് കാലം മാത്രമേ നമ്മൾ ഇരിക്കാനൊക്കെ പ്രയത്നിക്കേണ്ടതായിട്ടുള്ളൂ. ധ്യാന സമയമാകുമ്പോൾ ബോധപൂർവം ഇരിക്കേണ്ടതായിട്ട് വരുന്നത് ആദ്യത്തെ കുറച്ചാഴ്ചകൾ മാത്രമാണ്. പിന്നീട് ചിന്തകൾ ക്രമേണ, മുഴുവനൊന്നും പോകേണ്ട ചിന്തകൾ കുറച്ച് കുറഞ്ഞാൽ തന്നെ ഈ ഒരു സന്തോഷം, വളരെ സൂക്ഷ്മമായ തലത്തിൽ ഒരു സന്തോഷം നമുക്കുണ്ടാവാൻ തുടങ്ങും. ആ സന്തോഷത്തെ നമ്മൾ പതുക്കെ തിരിച്ചറിഞ്ഞ് അതിനെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ ആ സന്തോഷം നമുക്ക് ഊർജം പകരുകയും ധ്യാനത്തെ നിലനിർത്തുവാനും നിരന്തരം അഭ്യസിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും.